ഇന്നത്തെ ഗോസ്പൽ ഈശോയുടെ ആദ്യത്തെ അത്ഭുതമാണ്. യോഹന്നാൻ സുവിശേഷകൻ അത്ഭുതങ്ങളെന്ന് വിളിക്കാറില്ല, അടയാളം എന്ന് പറയാം. അടയാളം എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന കഥയ്ക്ക് പിന്നിൽ വേറെ കഥകളുണ്ട്. നമ്മൾ വായിക്കുന്ന ഓരോ വരിക്ക് പിന്നിലും ഡീപ്പ് മീനിങ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിലെ കലവറക്കാരുടെ നോക്കാം. കലവറക്കാരൻ വീഞ്ഞ് രുചിച്ച് നോക്കിയിട്ട് പറയുന്നത് അത് എവിടെ നിന്ന് അവൻ അറിഞ്ഞില്ലെന്നാണ് പറയാം. കലവറക്കാരൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ പാചകം ചെയ്യുന്ന സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങി, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെ അയാൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ കലവറക്കാരൻ അതറിഞ്ഞില്ല. ഈ കലവറക്കാരൻ ആരുടെ പ്രതീകമാണ്? ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന റിലീജിയസ് ലീഡേഴ്സിൻ്റെ പ്രതീകമാണ്. പുരോഹിതരുണ്ട്, ഫരിസേയരുണ്ട്, നിയമജ്ഞരുണ്ട്. അപ്പോൾ അവർ അറിഞ്ഞിരിക്കണമായിരുന്നു എവിടെ നിന്നാണ് ക്രിസ്തു വരുന്നത്. ദൈവം പ്രോമിസ് ചെയ്ത പുതിയ വീഞ്ഞ് അത് ക്രിസ്തുവാണെന്ന് അവരറിഞ്ഞില്ല. അതാണ് പ്രശ്നം. ഇനി ആരാണ് അറിഞ്ഞത്? അത് പരിചാരകരാണ്. കാരണം വെള്ളം കോരിയത് അവർക്കതറിയാം. പരിചാരകരെന്ന് പറഞ്ഞാൽ ആരാണ്? അത് പരിശുദ്ധ മറിയം അടക്കമുള്ള സാധാരണക്കാരാണ്. പരിശുദ്ധ മറിയം തന്നെ വിശേഷിപ്പിച്ചത് ഇതാ കർത്താവിൻ്റെ ദാസ്യെന്ന. ശിഷ്യന്മാർ സാധാരണക്കാരാണ്. ഈ ഗോസ്പലിൻ്റെ അവസാനം പറയുന്നത് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ്. അവിടെ കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ഭുതം അറിഞ്ഞത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. അതിൽ വിശ്വസിച്ചതോ അത് അമ്മയും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഈ പരിചാരകരൊക്കെയാണ്. സാധാരണ മനുഷ്യരാണ്. ഇന്ന് നമ്മുടെ സഭയിൽ ഈ കലവറക്കാരുടെ എണ്ണം ഇങ്ങനെ ഒരുപാട് കൂടുന്നുണ്ട്. പക്ഷേ പരിചാരകർ അത് കുറഞ്ഞുകൊണ്ടിരിക്കുക.